നമസ്കാരം. സിമ്പിൾ സണ്ണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടി കഴുകാനായിട്ട് പോവാണ്. ഒരാൾ ചെന്ന് അവിടെ ചെന്ന് കുനിഞ്ഞു നോക്കുന്നു. എന്തോ അവിടെ നോക്കുന്നത്. ഈ വണ്ടി ഒന്ന് സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ച് തരാമോ എന്ന് ചോദിച്ച്. അപ്പോൾ എനിക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇത് ഒന്ന് വെച്ച് തരാമോന്നേ. അന്നേരം നോക്കുക ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് എവിടെ ഇതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് അച്ഛൻ കണ്ടുപിടിച്ചോ? ഏത് വണ്ടി താഴെ ഇടരുത്, ഞാൻ കാണിച്ചു തരാം. ആ അത് തന്നെയാ. ആ അതാണ് അതിൻ്റെ സെൻട്രൽ സ്റ്റാൻഡ്. ഇതാണ് സെൻട്രൽ സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡ് ഇപ്പോൾ തട്ടണ്ട, കാരണം 10 വർഷം വണ്ടി ഒന്ന് ചരിഞ്ഞാൽ അത് ഇങ്ങോട്ട് തന്നെ ചരിഞ്ഞ് അതിനകത്ത് നിന്നോളും. നമുക്കത് കിട്ടിയില്ലെങ്കിലേ കേട്ടോ. അപ്പോൾ അച്ഛത്തെ ചവിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വലിക്കാം. അച്ഛ ചവിട്ടട്ടെ. അച്ഛ ചവിട്ടുന്നതിൻ്റെ കൂടെ അച്ഛ ഇത് ഇങ്ങോട്ട് തള്ളുകയും വേണം. അടിപൊളി അടിപൊളി. ഇരുന്നോ? ആ ഇനി മറ്റേ സ്റ്റാൻഡ് തട്ടാം. അടിപൊളി അടിപൊളി അടിപൊളി. സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് കുറച്ചു നേരത്തെ പ്രയത്നത്തിന് ശേഷം സെൻട്രൽ സ്റ്റാൻഡ് വെച്ച് ഏട്ടൻ പോയപ്പോഴേ അച്ഛനെ ഏൽപ്പിച്ചേച്ച് പോയതായിരുന്നു അല്ലയോ? അച്ഛനെ അല്ലേ ഏൽപ്പിച്ചേ ഇത് സെൻട്രൽ സ്റ്റാൻഡിടാൻ? സെൻട്രൽ സ്റ്റാൻഡാണോ നോക്ക്. അതെ അതെ അത് തന്നെയാ. ഏട്ടനിപ്പോൾ ഇത് അവിടെ ഇരുന്ന് കാണുമ്പോഴേ ചിരിക്കും. ഇത്രേതാണ് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല. ഇപ്പം 2 എണ്ണം കൂടെ കിടന്ന് ഇഞ്ഞ അല്ലേ. എന്തായാലും അച്ഛ അത് ഞാൻ കുറച്ചൊന്ന് വലിച്ചു, പക്ഷെ ഞാൻ വലിച്ചാലും അത്രത്തോളം ഇതായില്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ആണോ? ഞാനിവിടെ പിടിച്ചോണ്ടാ. ഒരു പ്രാവശ്യം കൂടെ കയറ്റി വെച്ചിട്ടല്ലേ. ആ ഇനിയിപ്പോൾ മനസ്സിലായല്ലേ. അച്ഛ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്, അതുകൊണ്ടാ അല്ലേ. അത് നമുക്കേ ആദ്യം വണ്ടി ഒന്ന് കഴുകാവേ. വണ്ടി കഴുകിയിട്ട് ഇറക്കാം. അപ്പം ശരി, നമുക്കിനി വണ്ടി കഴുകാം. ആ ചെളിയൊക്കെ എവിടെ നിന്ന് നിറച്ചാന്നറിയോ? ഇന്നലെ മഴ പെയ്തില്ലയോ? ഇന്നലെ വലിയ മഴയായിരുന്നു, വലിയ മഴ. അല്ല ഇന്നലെ അന്നേരം മഴ ഇല്ലായിരുന്നല്ലോ. ഇത് ഇന്നലെ അവിടെ വെച്ചപ്പോൾ കറക്റ്റായിട്ട് ഇന്നലെ ഇവിടെ കവറ് വീണില്ല. ഇന്നലെ ആരാ കവറിട്ടെ? ആ അതാ അച്ഛയാ കവറിട്ടത്. അതെന്താ ശരിക്കും കവറിടാഞ്ഞേ? ശ്രദ്ധിച്ചില്ലല്ലയോ? കവറിട്ട് തന്നതും പോരാ, ഇതുണ്ടോ ഇവിടെയെല്ലാം ചെളിയായി. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അധികം അഴുക്കൊന്നും വണ്ടിക്കകത്തില്ല. പക്ഷേ ഇന്നലെ അത് വലിയ മഴയൊക്കെ പെയ്ത് സൈഡിൽ നിന്ന് ചെളിയൊക്കെ തെറിച്ചു. ഷീറ്റ് അവിടെ ഞാൻ വെച്ച്, ഇവിടെ ഒന്നും അഴുക്കില്ല കേട്ടോ, പക്ഷെ അവിടെ മാത്രം ഒരു ലേശം. അപ്പോൾ നമുക്ക് വണ്ടി കഴുകാൻ തുടങ്ങിയാലോ? ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു ഓസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടോ. ഓസ് കൊണ്ട് കഴുകുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. കുറച്ച് കൂടുതൽ വെള്ളം ചിലവാകും. ബക്കറ്റും വെള്ളവും അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ട് വെച്ച് അങ്ങനെ കോരി ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ഒരുപാട് വെള്ളം ചിലവാകില്ല. പക്ഷേ ഈ ഓസ് വെച്ചടിക്കുമ്പോഴേ ഒരുപാട് വെള്ളം ചിലവാകും. നമ്മളറിയില്ല വെള്ളം ചിലവാകുന്നത്. ഇപ്പോൾ അവിടെ വെള്ളത്തിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഓസ് വെച്ചങ്ങ് കഴുകാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. പെട്ടെന്ന് കഴുകി തീരുകയും ചെയ്യും ഓസ് വെച്ചാവുമ്പോൾ. അങ്ങനെ ഞാൻ ഓസ് വെച്ചിട്ട് വെള്ളമൊക്കെ എല്ലായിടവും ഒഴിച്ച് ഫുള്ളൊന്ന് നനച്ചു കേട്ടോ. എല്ലായിടവും ഇങ്ങനെ ഉണങ്ങിയിരിക്കുമായിരുന്നല്ലോ, എന്നിട്ട് നനച്ചു. അപ്പോൾ ഏട്ടൻ ഇവിടെ കാറ് കഴുകാനായിട്ട് ഒരു ഷാമ്പു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാറ് കഴുകാൻ പോയില്ല, വീട്ടിൽ കിടക്കുകയാണ് കാറ്. ഇനി അത് കഴുകാൻ പോകണം. അപ്പോൾ അത്തേന്നൊരു കുറച്ചെടുത്തു. നമുക്ക് ഒരുപാട് വേണ്ട, അത് ഫുള്ളായിട്ട് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു വെള്ളത്തിലേക്ക് കുറച്ചത് മിക്സ് ചെയ്തു. എന്നിട്ട് ആ ടവൽ കൊണ്ട് അതിങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തു കേട്ടോ. അപ്പം നല്ലൊരു ടവലാണ്, അതുകൊണ്ട് അതിൻ്റെ പൊടിയൊന്നും തിരിച്ച് നമുക്ക് ആ വണ്ടിയിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തൊന്നുമില്ല.
ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു ഈ ടവലിന്. ഈ ടവലിൻ്റെ പേര് എന്തായിരുന്നു, മറന്നുപോയി കേട്ടോ, പറയാവേ. ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കഴുകി കൊടുക്കുകയാണ്. പിന്നെ ആദ്യം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ നമ്മൾ സീറ്റ് ഏറ്റവും മേളുവശം വെച്ചാൽ മണ്ണ് തെറിക്കുന്ന ഭാഗമല്ല, ഏറ്റവും മേളിലേക്ക് അധികം മണ്ണ് പെട്ടെന്ന് തെറിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ മണ്ണ് തെറിക്കാത്ത ഭാഗം സീറ്റും ആ കണ്ണാടിയുടെ ഭാഗവും മുൻവശവും ഒക്കെ ഒന്ന് നന്നായിട്ട് ആദ്യം കഴുകിയതിന് ശേഷം മാത്രമേ വണ്ടിയുടെ അടിവശത്തേക്ക് കഴുകാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കാറ് കഴുകുവാണേലും നമ്മൾ സ്കൂട്ടർ കഴുകുവാണേലും ബൈക്ക് കഴുകുവാണേലും എല്ലാം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ അടിയിൽ നമ്മൾ ടയറൊക്കെ ഒരു സൈഡിൽ നിന്ന് കഴുകി ഇങ്ങനെ വരുമ്പോൾ ടയറൊക്കെ നന്നായി കഴുകി ഇങ്ങ് വരുവാണെങ്കിൽ ഈ ടവലിൽ ഈ പൊടിമണ്ണും അതിൻ്റെ കല്ലും ഒക്കെ പിടിച്ചിരിക്കും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ബോഡിയിൽ ഏറ്റവും മുകളിലൊക്കെ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഈ പൊടിയൊക്കെ ഇങ്ങനെ ഒരഞ്ഞിട്ടേ. അപ്പം അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ കഴുകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം വീണ്ടും ഞാൻ നന്നായിട്ട് പൈപ്പ് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകുക ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ആ ടവൽ വെച്ചിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തന്നെ ടവൽ വെച്ചിട്ടും കൂടെ നന്നായി തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സോപ്പിൻ്റെ പതയൊക്കെ അവിടെ ഇരുന്നിങ്ങനെ ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ടവൽ വെച്ച് കഴുകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടവൽ നന്നായി കഴുകി പിഴിഞ്ഞ് നന്നായിട്ട് പിഴിയുമ്പോൾ ഇതിലെ വെള്ളം അങ്ങ് നന്നായി പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ടവലാണ്. എന്നിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തില്ലെങ്കിലും ഈ പറഞ്ഞ മാതിരി വെള്ളമെല്ലാം അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ പാട് വീഴും, അങ്ങനെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ നന്നായി തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുവിധം സെറ്റായെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടിയൊക്കെ കഴുകിയത്? അടിപൊളിയായോ? ചെളിയൊക്കെ പോയോ? ഞാൻ നോക്കിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഏട്ടൻ ഇനി എന്തെങ്കിലും പറയും, എന്താണെന്നറിയത്തില്ല, എന്താ കണ്ടുപിടിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തെങ്കിലും കണ്ടുപിടിക്കും. കാരണം അവർ കഴുകുന്ന ആ ഒരു മെത്തേഡും ആ ഒരു രീതിയൊന്നും ആയിരിക്കത്തില്ലല്ലോ. എന്താണെന്നറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാവേ. ഏട്ടൻ എന്താ പറഞ്ഞേ, ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നൊന്നും എനിക്കറിയില്ല. വണ്ടി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തു എന്ന് മാത്രം അറിയാം. ഇനി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്നും അറിയത്തില്ല. എന്തായാലും മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ ഓക്കെ ആണെന്ന് തോന്നുന്നു, കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ടാറ്റാ ബൈ സീ യു.